അമേരിക്കൻ ഭരണഘടനയുടെ salient features ആണ്. So the present US Constitution was adopted by the Philadelphia Convention. ഇന്ന് നിലവിലുള്ള ഭരണഘടന അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിൽ ഫിലാഡൽഫിയ കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നത്. ഇറ്റ് ഈസ് പ്രോബബ്ലി ദ ബ്രീഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ഭരണഘടനയാണ് ഏതാ അമേരിക്കയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഒറിജിനലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 ആർട്ടിക്കിൾസ്. 7 ആർട്ടിക്കിൾ മാത്രമേ ഇതിനുള്ളൂ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളൂ. 26 അമെൻമെൻറ്റ്സ് ആഡഡ് ന്യൂ ക്ലോസസ് ഇൻ കോഴ്സ് ഓഫ് ടൈം. 26 തവണ എന്ത് ചെയ്തിട്ടുണ്ട് ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അതിൽ പുതിയ പുതിയ ക്ലോസുകൾ കാലാന്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൂടിച്ചേർത്തിട്ടുണ്ട്. So the basic characteristics of US constitutions are following. First of all, written constitution. അമേരിക്കൻ ഭരണഘടനയുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഒന്നാമത് എന്താ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലിഖിത ഭരണഘടനയാണ്. So the US Constitution is the first written constitution in the world. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് ഏതാ അമേരിക്കൻ ഭരണഘടന. It is the briefest constitution consisting of only 7 articles which can be printed in 10 to 12 pages. 10-12 പേജുകളിൽ മാത്രം പ്രിൻ്റ് ചെയ്യാവുന്ന 7 ആർട്ടിക്കിൾ മാത്രമുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏതാ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ ഇപ്പോൾ ഏകദേശം 450ഓളം ആർട്ടിക്കിൾ കഴിഞ്ഞിരിക്കുകയാണ്. 450 ആർട്ടിക്കിളുണ്ട്. 12 ഷെഡ്യൂൾ, 24 പാർട്സ് ഉള്ള ഒരു കണ്ടിട്ടുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇത്രയും പൊക്കമുണ്ട്. ഒരു ബ്രീഫ് അല്ല, ലെങ്തിയസ്റ്റ് ഡോക്യുമെൻ്റ് തന്നെയാണ് എന്താ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺവെൻഷൻസ് ആണ്. സോ ദ കൺവെൻഷൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ US കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ. അമേരിക്കൻ ഭരണഘടനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എന്താ കൺവെൻഷൻ. കൺവെൻഷൻ മീൻസ് കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻ നമ്മൾ പറയുമല്ലോ, അനുഷ്ഠാന ട്രഡീഷൻസ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആസ് ചേഞ്ച്ഡ് ടു ഡയറക്റ്റ് ഇലക്ഷൻ ബൈ ദ വേ ഓഫ് കൺവെൻഷൻ. അപ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു മുൻപ് എവിടെ നടന്നിരുന്നത് അമേരിക്കയിൽ. അപ്പോൾ അത് കൺവെൻഷൻ വഴി എന്ത് ചെയ്തു, എന്തായിട്ട് മാറി ഡയറക്റ്റ് ഇലക്ഷൻ. ഇപ്പം പ്രസിഡന്റിനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. The first President George Washington established the convention of 2 term of president. ഇപ്പോൾ 2 ടേമാണ് പ്രസിഡന്റിന് വരുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി എന്ന് പറയുന്നത് 10 വർഷം. 3 കോൺസിക്യൂട്ടീവ് ടേമിൽ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. 3 കോൺസിക്യൂട്ടീവ് പീരീഡിൽ ഇലക്ഷന് മത്സരിക്കാം. പക്ഷേ 3rd പീരീഡ് വരുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, സ്വമേധയെ രാജിവെച്ചിട്ടുണ്ട്. അതാണ് അമേരിക്കൻ ഇലക്ഷൻസ് പ്രസിഡന്റ് കാലാവധി. 4 വർഷമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അഥവാ ഇനി ഒബാമ വന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ 8 വർഷം പൂർത്തിയായിട്ട് മൂന്നാമത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മത്സരിക്കാം. പക്ഷേ 2 വർഷം സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. 2 വർഷം 2 ടൈം കഴിയുമ്പോൾ ഇത് മാറിപ്പോവുക ചെയ്യും. അപ്പോൾ ആ ഒരു സിസ്റ്റം വന്നത് ഇവിടുത്തെ കൺവെൻഷൻ വഴിയാണ്. ഇനി അടുത്തത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ദ US Constitution is probably the most റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അതിൽ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും റിജിഡായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഏതാ US Constitution. ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് ത്രൂ എ ലെങ്തി ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. വളരെ ലെങ്തിയാണ്, കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിലാണ് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. സോ എനി അമെൻമെൻറ്റ് മസ്റ്റ് ഹാവ് 2/3 മെജോറിറ്റി ഓഫ് ദി പാർലമെൻറ്റ്. 3/2 ഭൂരിപക്ഷം, പാർലമെൻറ്റിൻ്റെ 3/2 ഭൂരിപക്ഷം വേണം. അതോടൊപ്പം തന്നെ ഇറ്റ് മസ്റ്റ് ബി റാറ്റിഫൈഡ് ബൈ ദ 3/4 ഓഫ് ദി സ്റ്റേറ്റ്. 3 സ്റ്റേറ്റുകളുടെ അംഗീകാരം വേണം. 50 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 35 സ്റ്റേറ്റുകൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അമേരിക്കൻ ഭരണഘടന എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഭേദഗതി വരുത്താൻ കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, അതുകൊണ്ടാണ് ഈ 230 വർഷം കൊണ്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് ഏകദേശം 230 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 26 തവണയാണ് എന്താ അമെൻഡ് ചെയ്തേക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് 65 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 100-ലധികം തവണ എന്ത് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകം നമ്മൾ പഠിക്കുകയാണ്, പാർഷ്യലി റിജിഡ് ആൻഡ് പാർഷ്യലി ഫ്ലെക്സിബിൾ എന്ന് പറയും. ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്സ്പ്ലെയിൻസ് അബൌട്ട് 3 types of amendment: simple majority, rigid majority, 2 rigid majority. Simple majority means 50% plus 1 of
the total number of members present and voting in the parliament. Present and voting in the parliament. സഭയിൽ ഹാജരായി വോട്ട് രേഖപ്പെടുത്തും. ടോട്ടലല്ല, സഭയിൽ ഹാജരായി വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളിൽ 50% പിന്നെ വന്നു. അത് സിമ്പിൾ മെജോറിറ്റി. രണ്ടാമത്തേത് പറയുന്നത് 2/3 മെജോറിറ്റി ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ദ പാർലമെന്റ്. അതും സഭയിൽ ഹാജരായി. ഇപ്പം 100 പേര് ഹാജരായിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ 3/2 ഭൂരിപക്ഷം. മൂന്നാമതെന്ന് പറയുന്നത് ഈ 3/2 ഭൂരിപക്ഷം വേണം, പ്ലസ് അപ്രൂവൽ ഓഫ് മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതാണ് ഇന്ത്യയിലെ കേസ്. 50% കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം. അത് വളരെ റെയറായിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഏതാ 2/3 മെജോറിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയിൽ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. 3/2 ഭൂരിപക്ഷം വേണം, പിന്നെ 4/3 ഭൂരിപക്ഷവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളിൽ എത്ര 26 തവണ അമെൻഡ് ചെയ്തത്. ഇതിന് അടുത്തത് ഫെഡറൽ ക്യാരക്ടറാണ്. The US Constitution is the best example of a federal constitution. ഏറ്റവും നല്ല ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ് ഏതാ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. There is a central government at Washington DC and 50 state governments. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ. അവിടെയാണ് എന്താ അമേരിക്കൻ കോൺഗ്രസ് സ്റ്റേ ചെയ്യുന്നത്. 50 സ്റ്റേറ്റുകളുമുണ്ട് അവിടെ. The federating units have constitutional status and more powers. അപ്പോൾ ഈ ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾ, അതായത് സ്റ്റേറ്റുകൾക്ക് എന്താണ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്. അതുകൊണ്ട് അതുമാത്രമല്ല, അമേരിക്കയിൽ എന്താ ഓരോ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്, സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവിടെ ആകുകൂടി ഇന്ത്യയിൽ ഒരേ ഒരു സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. എവിടെയാണ്, ജമ്മു കാശ്മീർ, ആർട്ടിക്കിൾ 370. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള മോർ പവേഴ്സ് ആർക്കുണ്ട്, ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾക്ക്, അതായത് സ്റ്റേറ്റുകൾക്ക് അമേരിക്കയിലുണ്ട്. അടുത്ത സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ മേധാവിത്വം. ഇതെല്ലാം സിമ്പിളാണ്, ജസ്റ്റ് വായിച്ച് എഴുതി പോകുന്നേ ഉള്ളൂ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സുപ്രീം ലോ ഓഫ് യുഎസ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാധികാര നിയമം, പരമോന്നത നിയമം എന്ന് പറയുന്നത് ഏതാണ്, ഭരണഘടനയാണ്. നെയ്തർ ദ സെൻറ്റർ നോർ ദ സ്റ്റേറ്റ് ക്യാൻ ഓവർറൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഭരണഘടനയ്ക്ക് അതീതമായി ഭരണഘടനയുടെ അധികാരങ്ങളെ മറികടക്കാനുള്ള അവകാശം ഇല്ല. If the Congress of the state legislature violate the constitution, the Supreme Court can declare such laws unconstitutional. അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ലെജിസ്ലേച്ചേഴ്സ് ഈ നിയമം വയലേറ്റ് ചെയ്താൽ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമങ്ങളെ വയലേറ്റ് ചെയ്താൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അവയെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കണം. ജുഡീഷ്യൽ റിവ്യൂ എവിടെയുണ്ട്, അമേരിക്കയിൽ. അടുത്ത സെപ്പറേഷൻ ഓഫ് പവർ ആണ്. ദ US Constitution is based on the doctrine of separation of power put forward by Montesquieu. Montesquieu കൊണ്ടുവന്ന സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ അമേരിക്കയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെപ്പറേഷൻ ഓഫ് പവർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്, ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ഓർഗൻസ് ഓഫ് ദി ഗവൺമെൻറ് should be separate as each watertight compartments. ഇവിടെ പറയുന്നുണ്ട്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് ഹാവ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ ദ എക്സസൈസ് ഓഫ് ദിയർ അതോറിറ്റി. അപ്പോൾ അവർക്ക് എന്താ, അവരുടെ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം അവർക്കുണ്ട്. 3 പേർക്കും ഉണ്ട്. ചെക്സ് ആൻഡ് ബാലൻസ് റിഗാർഡഡ് ആസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. അപ്പോൾ നേരത്തെ പറഞ്ഞ, അതായത് ഇങ്ങനെ ഇവർക്ക് സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട് എങ്കിൽ പോലും എന്താണ്, ചെക്സ് ആൻഡ് ബാലൻസസ്, ഓരോ അതോറിറ്റീസിൻ്റെയും അധികാരത്തെ എന്ത് ചെയ്യാം, മറ്റൊരു അതോറിറ്റീൻ്റെ അധികാരം കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേഷൻ ഓഫ് പവർ ആൻഡ് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നു. അടുത്തത് ചെക്സ് ആൻഡ് ബാലൻസ് ആണ്. ഈച്ച് ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ് ഇൻ US എക്സസൈസ് എ ചെക്ക് അപ്പോൺ അതർ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്. ഓരോ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസിനെ എന്ത് ചെയ്യാം, മറ്റ് ഓർഗൻസിനെ ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. വിച്ച് റിസൾട്ടഡ് ഇൻ എ ബാലൻസ്. അപ്പോൾ അവർ തമ്മിൽ എന്താ, ഒരു ബാലൻസ്, സന്തുലിതാവസ്ഥ എന്ത് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ദ എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ദ പ്രസിഡന്റ്, veto bills passed by the Congress. On the other hand, the Senate check the president through senatorial courtesy. എന്ത് ചെയ്യാം, പ്രസിഡന്റിന് തൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലിനെ എന്ത് ചെയ്യാം, ഒപ്പോസ് ചെയ്യാം. ഇനി
പ്രസിഡന്റിൻ്റെ അധികാരത്തെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ സെനറ്റിന് അധികാരമുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ, സെനറ്റോറിയൽ കർട്ടസി. അതായത് സെനറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ അപ്പർ ചേംബറാണ്. അപ്പർ ചേംബർ ആയിട്ടുള്ള സെനറ്റ് എന്താ, ഹാസ് ദ പവർ ടു ചെക്ക് ദ അതോറിറ്റി ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് അധികാരങ്ങൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, സെനറ്റോറിയൽ കർട്ടസി എന്ന് പറയും. സെനറ്റോറിയൽ കർട്ടസി. അതായത് പ്രസിഡന്റ് എപ്പോഴും ആരോട് വിധേയത്വമായിരിക്കണം, സെനറ്റിന്. So both the legislature and executive are checked by the judiciary with the power of judicial review. ഇനി ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു, ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പവേഴ്സിനെ ചെക്ക് ചെയ്യുന്നു. എങ്ങനെ, ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചു. അപ്പോൾ ആദ്യം പ്രസിഡന്റിൻ്റെ വീറ്റോ പവറിനെ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് അല്ല ലെജിസ്ലേച്ചറിന് ഉപയോഗിക്കുന്ന അധികാരത്തെ പ്രസിഡന്റിന്റെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് തടയാം. ഇനി ലെജിസ്ലേച്ചറിന് ആരെ, എക്സിക്യൂട്ടീവായ പ്രസിഡന്റിനെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. എങ്ങനെ, സെനറ്റോറിയൽ കർട്ടസി ഉപയോഗിച്ച്. ഇനി ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറി കൺട്രോൾ ചെയ്യാം. എങ്ങനെ, ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട്. സോ ഹിയർ ദ പ്രിൻസിപ്പിൾ ഓഫ് പവർ മസ്റ്റ് ബി ചെക്ക്ഡ് വിത്ത് പവർ ഈസ് അഡോപ്റ്റഡ്. പവറിനെ പവർ കൊണ്ട് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അതാണ് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത്. കർട്ടസി എന്ന് പറഞ്ഞാൽ എന്താണ്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ സെൻട്രൽ കർട്ടസി, ആ ജുഡീഷ്യൽ റിവ്യൂ പ്രസിഡന്റിന്റെ വീറ്റോ പവർ, വീറ്റോ പവർ. ഈ 3 പവർ ഉണ്ട്. അത് 3 പരസ്പരം എന്താ, ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീറ്റോ പവർ അറിയാമല്ലോ, നെഗറ്റീവ് വോട്ടാണ്. പ്രസിഡന്റ് ഉപയോഗിക്കാൻ കഴിയുന്ന നെഗറ്റീവ് വോട്ട്. ഇപ്പോൾ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, US കോൺഗ്രസ് നിയമം പാസ്സാക്കി, പ്രസിഡന്റ് ഇഷ്ടമായില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് വോട്ട് ഉപയോഗിച്ച് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യാം, പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇനി പ്രസിഡന്റിന്റെ പവർ ലിമിറ്റ് ചെയ്ത് സെനറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറി നിയന്ത്രിക്കുന്നത് എങ്ങനെ, ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ചു. അതിനെ 3 പറ്റി പറയുന്നുണ്ടല്ലേ, 3 പറയുന്നത്. അടുത്തത് ബിൽ ഓഫ് റൈറ്റ് ആണ്. The Bill of Rights is a list of rights guaranteed by the Constitution and enforced by the state for the development of the personality of US citizens. അമേരിക്കൻ പൗരന്മാരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള സ്റ്റേറ്റ് നടപ്പിലാക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളാണ് എന്ന് പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ടാകുന്നത് ഇംഗ്ലണ്ടിലാണ് ആദ്യം. നേരത്തെ പറഞ്ഞ് AV ഡൈസി ആണ് എന്താ അതിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഈ ബിൽ ഓഫ് റൈറ്റ് എന്ത് ചെയ്യാൻ, കനോട്ട് ബി മോഡിഫൈഡ്, സസ്പെൻഡ് ഓർ അമെൻഡഡ്. ഈ ബിൽ ഓഫ് റൈറ്റിന് എന്ത് ചെയ്യാൻ, അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താനോ അത് സസ്പെൻഡ് ചെയ്യാനോ അതിനകത്ത് അമെൻമെൻറ്റ് കൊണ്ടുവരാനോ പറ്റത്തില്ല. അടുത്ത ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഇൻവോൾവ് ഇൻ ദി US ആസ് എ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ. അതായത് ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഒരു പ്രിൻസിപ്പിളായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്, ജുഡീഷ്യൽ റിവ്യൂവിനെ കാണുന്നത്. ത്രൂ ദിസ് പവർ the federal judiciary can declare any law of legislature or order of executive as null and void or unconstitutional if it is found to be violating the provisions of the Constitution. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഫെഡറൽ ജുഡീഷ്യറിക്ക്, അതായത് അമേരിക്കൻ ജുഡീഷ്യറിയാണ് എന്താ ഫെഡറൽ ജുഡീഷ്യറി എന്ന് പറയുന്നത്, അവർക്ക് എന്ത് ചെയ്യാം, ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമത്തെയോ എക്സിക്യൂട്ടീവിൻ്റെ ഓർഡേഴ്സിനെയോ എന്തായി പ്രഖ്യാപിക്കാം, നൾ ആൻഡ് വോയിഡ് ഓർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. എങ്ങനെയാണ് ഈ നിയമങ്ങൾ ലെജിസ്ലേച്ചറിൻ്റെ ലായും എക്സിക്യൂട്ടീവിൻ്റെ ഓർഡേഴ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് എതിരാണെന്ന് തോന്നിയാൽ ഇവ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കും. അതായത് ഹിയർ in USA, the judiciary act as the custodian of constitution and rights. അവകാശങ്ങളുടെയും ഭരണഘടനയുടെയും സംരക്ഷകനായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, അമേരിക്കയിൽ ജുഡീഷ്യറി. ഇന്ത്യയിലും അത് തന്നെയാണ്. ഇന്ത്യൻ സുപ്രീം കോർട്ട് ഈസ് ആക്ടിങ് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. അല്ലേ, ജനങ്ങളുടെ മൗലിക അവകാശ സംരക്ഷകനാണ് ആരെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, അത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചതല്ലേ. അതിനകത്ത് പറയുന്നില്ല, ഇഫ് എ പേഴ്സൺ വയലേറ്റ് എനി ഓഫ് ഹിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹി കൻ ഡയറക്ട്ലി അപ്രോച്ച് ദ കോർട്ട്
for the enforcement of his fundamental right. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം? കോടതി വഴി നേടാം. So according to Article 32, the Supreme Court and Article 226, the High Court has the power to produce writs. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയിലെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം വകുപ്പ് അനുസരിച്ച് ആർക്ക് ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാൻ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, സ്റ്റേഷനറി, കോ വാറണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് കാണുന്നത് വന്നിട്ടുണ്ട്. റിട്ടും എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ അടുത്ത ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോകുന്നു. ഡിവിഷൻ ഓഫ് പവർ. അതായത് ആസ് എ ഫെഡറേഷൻ ഡബിൾ സെറ്റ് ഓഫ് ഗവൺമെൻറ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം US എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറേഷനാണ്. 2 തരം ഗവൺമെൻറ് സംവിധാനമുണ്ട്. ദർ ഈസ് എ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമായിട്ട് എന്തിരിക്കുന്നു? അധികാരങ്ങൾ വിഭജിച്ച് കൊടുത്തിരിക്കുന്നു. ഇനി ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈ ദ പവേഴ്സ് ഓഫ് ഫെഡറൽ ഗവൺമെൻറ് ആൻഡ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്. ഫെഡറൽ ഗവൺമെൻറ്റായ കേന്ദ്ര ഗവൺമെൻറ്റിനും ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾക്കും എന്താ? സെപ്പറേറ്റ് ആയിട്ടുള്ള അധികാരം ഭരണഘടന വഴി നൽകിയിട്ട്. ഇന്ത്യയിൽ അത് തന്നെയാണ് 3 ലിസ്റ്റ്: സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. 3 സെപ്പറേറ്റ് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്തത് റിപ്പബ്ലിക്കനിസവും പോപ്പുലർ സോവറിറ്റി അടുത്ത ഫീച്ചറാണ്. സോ അനദർ ഫീച്ചർ ഓഫ് US Constitution is that the ultimate authority has been vested with the people. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ട്, സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പരമോന്നതമായ അധികാരി എന്ന് പറയുന്ന ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾക്കാണ് പരിപൂർണ അധികാരം അമേരിക്കയെ സംബന്ധിച്ചു. ഇനി അടുത്തത് റിപ്പബ്ലിക്കനിസവും പ്രസിഡൻഷ്യൽ സിസ്റ്റവുമാണ്. സോ USA ഈസ് എ റിപ്പബ്ലിക് ബിക്കോസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സെലക്ടഡ്. അമേരിക്ക എന്താ? റിപ്പബ്ലിക് സ്റ്റേറ്റ് ആണ്. കാരണം രാഷ്ട്ര തലവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കുകയാണ്. സോ ഓൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ പ്രസിഡന്റ്. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരവും ആരുടെ കൈവശമാണ്? അമേരിക്കയിൽ പ്രസിഡന്റ് കൈവശമാണ്. ആൻഡ് ദ പ്രസിഡന്റ് ഈസ് നോട്ട് ഇലക്റ്റഡ് ബൈ ദ പാർലമെന്റ്, ബട്ട് ദെർഫോർ ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ്. അപ്പോൾ ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പാർലമെന്റുമായിട്ട് ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും. ദ പ്രസിഡന്റ് കനോട്ട് അറ്റൻഡ് ദ പാർലമെന്ററി സെഷൻസ്. പാർലമെന്ററി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. നോട്ട് ഇനിഷ്യേറ്റ് ബിൽസ് ഓർ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ബില്ല് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ എന്താ പാർലമെന്റ് ചോദ്യങ്ങൾക്ക് ആരും മറുപടി കൊടുക്കേണ്ട, പ്രസിഡന്റ് മറുപടി കൊടുക്കേണ്ട. അദ്ദേഹം എന്താ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? നിലനിർത്തും. പിന്നെ അടുത്തൊരു ഫീച്ചർ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. The US Constitution provides dual citizenship, that is all the citizens are citizens of USA as well as the citizens of the concerned state in which he resides. 2 പൗരത്വം അല്ലേ? ഒന്നെന്ന് പറയുന്നത് USA-യിലെ അമേരിക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ പൗരത്വവും, രണ്ടാമത്തെ എന്താണ്? ഈ വ്യക്തി ഏത് സ്റ്റേറ്റാണോ എന്താ താമസിക്കുന്നത് അവിടുത്തെ പൗരത്വം. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റൊന്നാണ് ഡ്യുവൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. USA-ക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഓരോ സ്റ്റേറ്റുകൾക്കും എന്താ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനും. ഇനി അടുത്ത സ്പോയിൽ സിസ്റ്റം. അതായത് ഇതിൽ അപ്പോയിൻമെൻറ്റ് സിസ്റ്റമാണ് സ്പോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് the government, according to this, the government services or offices are distributed among the party members as a reward of party സർവീസ്. അതായത് നമ്മൾ പാർട്ടിക്ക് ചെയ്ത് കൊടുക്കുന്ന സേവനത്തിൻ്റെ പ്രതിഫലമായി ഗവൺമെൻറ് സർവീസിൽ എന്ത് ചെയ്യുന്നു? ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്താ? സ്പോയിൽ സിസ്റ്റം. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ എന്താ? മെറിറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലേ? കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തിക്കൊണ്ട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഞാൻ പാർട്ടിയെ സേവിക്കുന്നു. എനിക്ക് പാർട്ടിക്ക് ഞാൻ ചെയ്യുന്ന സേവനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് സർവീസിന് എനിക്കൊരു ജോലി തരുന്നു. ആ സമ്പ്രദായമാണ് എന്താ? സ്പോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ത്രൂ ദിസ് inexperienced party leaders become administrators. അപ്പോൾ ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൽ എന്താണ്? ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭരണപരമായ കാര്യങ്ങളിൽ യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത ആളുകൾ പോലും ആരായി മാറും? ഭരണാധികാരികളായി മാറുന്ന ഒരു സിസ്റ്റമാണിത് സ്പോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ
അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനിലും ഇല്ലാത്ത ഒരു ഫീച്ചറാണ് ഏതാ സിസ്റ്റം. അടുത്തത് ബൈക്യാമറലിസം ആണ്. ദ US കോൺഗ്രസ് ഈസ് ബൈക്യാമറൽ. അമേരിക്കൻ പാർലമെൻറ്റ് പേരാണ് എന്താ കോൺഗ്രസ്. 2 സഭകളുണ്ട്. ഏതൊക്കെയാണ്? സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും. സോ സെനറ്റ് ഈസ് ദ മോർ പവർഫുൾ ദാൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. സെനറ്റ് ഈസ് ദ അപ്പർ ഹൗസ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഈസ് ദ ലോവർ ഹൗസ്. അപ്പം സെനറ്റിനേക്കാളും അധികാരം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനേക്കാളും അധികാരം ആർക്കാണ്? സെനറ്റിന്. ഇത്രയാണ് 15 ഫീച്ചേഴ്സ് അതിനകത്ത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സേലന്റ് ഫീച്ചേഴ്സ്. എല്ലാം നമുക്ക് വായിച്ച് നോക്കി എഴുതാൻ കഴിയും. ഏതാ? ഇവിടെ മുതൽ അല്ല, ഇവിടെ മുതലല്ല, ഇത് മാത്രം. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസ്റ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ പാരമ്പര്യം എന്ന് പറയും. അതായത് അവിടുത്തെ US കോൺസ്റ്റിറ്റ്യൂഷനാലിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏതാ? കൺവെൻഷൻസ്. അതായത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് are staged to direct election by the way of convention. ഒരു കാലത്ത് ഒരു പക്ഷേ അമേരിക്കയിൽ എന്തായിരിക്കാം? ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു പ്രസിഡന്റ് എന്ത് ചെയ്തിരുന്നത്? തിരഞ്ഞെടുത്തത്. പിന്നീട് കൺവെൻഷൻസ് വഴി എന്ത് ചെയ്ത് ഡയറക്റ്റ് ഇലക്ഷനായിട്ട് മാറി. ഇപ്പം നിലവിൽ എന്താ അമേരിക്കൻ പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കും. ആരാ? കൺവെൻഷൻ വഴി എന്ന് പറയുന്നത് ഏതൊരു പാരമ്പര്യമായിട്ട് മാറി വന്നേ. പണ്ട് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യം എന്താ പറയുക? പണ്ട് പോലെയുള്ള ആചാരങ്ങൾ. അപ്പം ചില സമയത്ത് എന്ത് ചെയ്യാം? ഇത് മാറ്റിയിട്ട് നിലവിലുള്ള ആചാരങ്ങളെ മാറ്റി വേറെ കൊണ്ടുവന്നൂടെ? അപ്പം പണ്ട് ഒരു പക്ഷേ അമേരിക്കയിൽ നിലവിൽ വന്ന സമയത്ത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നല്ലോ അമേരിക്ക. അപ്പോൾ അന്ന് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു എന്താ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോർജ് വാഷിങ്ടൺ. അദ്ദേഹത്തെ അന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തു. പക്ഷെ പിന്നീട് ഇവിടെ കൺവെൻഷൻസ് വഴി എന്ത് ചെയ്തു? ഡയറക്റ്റ് ഇലക്ഷനായിട്ട് മാറി. അതുപോലെ തന്നെയാണ് ഈ 2 ടൈം ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അത് പണ്ട് ആര് കൊണ്ടുവന്നേ? ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു ആര്? ജോർജ് വാഷിങ്ടൺ. അദ്ദേഹം കൊണ്ടുവന്നൊരു ആചാരമായിരുന്നു അത്. ആദ്യം തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് 2 വർഷം എന്ത് ചെയ്യുക? 2 തവണ തുടർച്ചയായിട്ട് ഭരിക്കുക. അപ്പോൾ അതിന് ആചാരമായിട്ട് എന്ത് ചെയ്തു? അവിടെ നടപ്പിലാക്കിയതാണ്. അല്ലാതെ പ്രത്യേക നിയമങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്താ? സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. നവംബർ മാസം, ഡിസംബറിൽ, ജനുവരിയിൽ, ഫെബ്രുവരി, അങ്ങനെ ഓരോ മാസത്തിൻ്റെ ഓരോ ദിവസമാണ് നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം പറയാതെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയാണ് അതിനകത്തുള്ളത്.